ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് മുകളിൽ പനി വെക്കാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ എന്താ പറയുന്നത്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഞങ്ങൾ കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടാണ്. അപ്പോൾ അവളെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ നമ്മളതിന് പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഹിമാലയൻ്റെ ഒരു ലിപ് ബാമാണ്. ഇപ്പം ഒന്ന് മോയ്സ്ചറായിട്ട് ഇരുന്നോട്ടെ, ഇപ്പോൾ തണുപ്പും കാലാവസ്ഥയൊക്കെ ആണല്ലോ. ഇപ്പോൾ ഒന്ന് മോയ്സ്ചറായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ്. ലിപ്സ്റ്റിക് ഉണ്ടതിന് മുന്നേ ലിപ് ബാം ഇട്ടാൽ നമ്മളെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനെ കുറേ കുറയ്ക്കാൻ പറ്റും. ഞാനിവിടെ അക്വാബ്ലാസ്റ്റിൻ്റെ മോയ്സ്ചറൈസറായിട്ട് ഇടാൻ പോകുന്നത്. അക്വാബ്ലാസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ഇടാം. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ആക്കണം, അത് നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ യൂസ് ആക്കാം. ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല. മോയ്സ്ചറൈസറൊക്കെ ഏത് യൂസ് ചെയ്യുന്നതൊക്കെ അതായതായാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ഞാനിതാ ഫോറെവറിൻ്റെ ഒരു കൺസീലർ ആട്ടോ കൊടുക്കുന്നത്. ഫോറെവറിൻ്റെ കൺസീലർ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഇല്ല അവിടെ കവർ ചെയ്ത് കൊടുക്കാനാണ്. ഡാർക്ക് സ്പോട്ട്സ് ഇല്ല, ഞാനൊരു മിനിമൽ ഗസ്റ്റ് ലുക്കാട്ടോ ചെയ്യുന്നത്. ബ്രൈഡ്സിന് ചെയ്യുന്ന പോലെ നല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. മിനിമലായിട്ട് ലുക്ക് സ്പഞ്ച് വെച്ച് നിങ്ങൾ കൺസീലർ കൊടുക്കുമ്പോഴേ എന്താ പറയുക, ഒരു പിരികത്തിന് ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഫോണിൽ നോക്കി ചെയ്യുന്നത് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടണില്ല. അപ്പോൾ ഐബ്രോസ് ഡിഫൈൻ ആയിട്ട് കാണിക്കും. ഐബ്രോ അങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നോട്ടെ. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഫേസും ഫുള്ളൊന്നും ഉണ്ടാക്കാം, മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് പൗഡർ ഫിക്സിങ് ചെയ്യണം. എന്ത് ചെയ്തിട്ടും എന്ത് ക്രീം അപ്ലൈ ചെയ്തിട്ടോ പൗഡർ ഫിക്സിങ് ചെയ്യണം കേട്ടോ. ഞാൻ അവിടെ യൂസ് ആക്കുന്ന പൗഡർ ഫിക്സ് ഏതാണെന്ന് പറഞ്ഞാൽ ഫോറെവറിൻ്റെ കേട്ടോ, അല്ല പി എസ് സിൻ്റെ ആണ് കേട്ടോ. ഫോറെവറാണ് വിചാരിച്ചു. നേരത്തെ കാണിച്ച കൺസീലറും പി എസ് സിൻ്റെ ആണ് ഗൈസ്. അത് ഫോറെവർ ആവില്ല, പി എസ് സിൻ്റെ കൺസീലറാണ്. അപ്പോൾ നമ്മൾ ചെയ്തു. എന്നിട്ട് ഫേസിൽ ജസ്റ്റ് ഒരു മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ നമുക്ക് കുറച്ച് ഫൗണ്ടേഷനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കുറച്ച് മതി. ഞാനേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ BB ക്രീം ആട്ടോ യൂസ് ആക്കുന്നത്. കാരണം പറഞ്ഞാൽ ഫൗണ്ടേഷൻസൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഫൗണ്ടേഷൻസ്, പക്ഷേ എനിക്ക് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് വലിയ ഇഷ്ടമല്ല. എനിക്കിഷ്ടം പോൺസിൻ്റെ എന്താ പറയുക, പോൺസിൻ്റെ BB ക്രീം യൂസ് ചെയ്യുന്ന കേട്ടോ എനിക്കിഷ്ടം. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആയിട്ടൊന്നും അങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടോ. ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ട്, എനിക്ക് ഫോണിൽ നോക്കി ചെയ്തിട്ടാണ് ശരിക്കും മനസ്സിലാവില്ല. ഡാബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫേസിലെടുത്ത് അതേ എമൗണ്ട് കഴുത്തിൽ കൊടുക്കണേ. കഴുത്തിലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ലിപ്പ് ബാം ഇടാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇട്ടില്ലേ ലിപ്പ് ബാം. അപ്പോൾ ലിപ്പ് ബാം ഇടാൻ റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലിപ്പ് ഡ്രൈ ആയിട്ടിരിക്കും. ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ ലിപ്പിന് എന്തോ ഒരു പോലെ ഇരിക്കും, നമുക്ക് ലിപ്പ് ലൈൻ കറക്റ്റ് വരയ്ക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ലിപ്പ് ഡ്രൈ ആക്കാതെ നോക്കുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പൗഡർ ഫിക്സിങ് കൊടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പൗഡർ ഫിക്സിങ് കൊടുക്കാം. ഫേസും എവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് അവിടേക്ക് നമുക്ക് പൗഡർ ഫിക്സിങ് വെക്കാം.
ഇങ്ങനെ പൗഡർ ഫിക്സിങ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നല്ലോണം ഓവറായിട്ട് പൗഡർ ഫിക്സിങ് കൊടുക്കണം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് പൗഡർ ഫിക്സിങ് കൊടുത്താൽ മതി. ഇട്ടതിന് ശേഷം ഒരു കുറച്ചെങ്കിലും പൗഡർ ഫിക്സിങ് കൊടുക്കുക. അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ, ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പൗഡർ ഫിക്സിങ് ചെയ്യുന്നത്. നമ്മൾ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോ എടുത്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ, എന്നാലും പിന്നെ ഉണ്ടാകും നോക്കിട്ടടി. ഐബ്രോസ് ഫിൽ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നത് ബ്ലാക്ക് ആണെങ്കിൽ എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിപ്പിക്കും വിചാരിച്ചിട്ട് എടുക്കാതെ. പിന്നെ ഈ സെൻറ്ററിക്ക് ഒരു ഒറ്റ തൊഴിൽ തൊട്ടാൽ മതി. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണേ, പറയാൻ കഴിയുന്നില്ല. ഉണ്ടോ ഈ ഐബ്രോയും ഉണ്ടോ, അതൊരു ഡിഫൈൻ ആയിട്ടിരിക്കുന്നുണ്ടോ. ഐബ്രോസ് കുറച്ച് മതി. ഐബ്രോസ് വരച്ച് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇതിന് ഷെയ്ഡ് എടുക്കും. ഞാൻ ഡെയിലി എടുക്കണ ഒരു ഷെയ്ഡുണ്ട്, അതന്നെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടം, അപ്പോൾ അതന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഗ്ലിറ്ററാണ്, അതിൽ കുറേ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് വൈറ്റ് കൈൻഡ് ഓഫ് ഗ്ലിറ്റർ ഷെയ്ഡാണ്. എങ്ങനെ സെൻറ്റർ പോർഷൻ കേട്ടോ അപ്പോഴത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐലിനർ എഴുതാം. കഴിഞ്ഞു നമ്മൾ മേക്കപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഐലിനർ, ലിപ്സ്റ്റിക്ക്, ഹെയർ അത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഐലിനർ എഴുതാം കേട്ടോ. പിന്നെ ഇവിടെ എടുത്തത് ജെൽ ഐലിനറാട്ടോ. അപ്പോൾ ഒരു ബ്രഷിൻ്റെ എടുക്കുക, ബ്രഷിൻ്റെ കണ്ടോ, അതെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇൻസൈറ്റിൻ്റെ ഒരു ഐലിനറാട്ടോ. ഇൻസൈറ്റിൻ്റെ ഐലിനറാട്ടോ എടുക്കുന്നത്. അത് വാട്ടർ പ്രൂഫാണ്. ഞാൻ അധികം കട്ടിയിലിടണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണെഴുതി വന്നിട്ടുണ്ട്. കണ്ണാടി നോക്കിയിട്ട് ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ കഴിയണില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ, കണ്ണാടി പോയി നോക്കി എഴുതി പോകുന്നതാണ്. ഇപ്പോൾ എനിക്ക് നല്ല വാലിട്ട് എഴുതണം കണ്ണ്, അങ്ങനെ വാലിട്ട് എഴുതാം. നമുക്ക് മസ്കാര ഇടാം. ഇത് മെബിലിൻ്റെ മസ്കാര, അടിപൊളിയായിട്ടുള്ള മസ്കാര ഇട്ടത്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലോണം നല്ല മസ്കാര, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് മെബിലിൻ്റെ മസ്കാര. ഉണ്ടോ ഈ എന്താ ഐലാഷസിൻ്റെ ഓക്കെ. കംഫി മക്ലാവില്ലേ ഫേസസ് കാനഡേൻ്റെ, അത് വെച്ചിട്ടാണ്, അതാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് പൊട്ടും കൂടെ വെക്കാനാണ്. പൊട്ടും കൂടെ വെച്ച് കൊടുത്ത് നമ്മൾ ഫേസിലത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഒരു പരിപാടി കൂടെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടായിട്ട് വെച്ചെടുക്കാം.
എനിക്ക് ഏത് പൊട്ടിട്ടാലും എനിക്ക് ബ്ലാക്ക് പൊട്ടിട്ടാണ് എൻ്റെ ഇഷ്ടം. വേറെ പൊട്ടിനോട് എനിക്ക് തോന്നിയിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക, ഹൈലൈറ്ററിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൈലോ ഗ്ലോൻ്റെ ഇലുമിനേറ്റർ ഉണ്ട്, പിന്നെ ഇൻസൈറ്റിൻ്റെ ഇതുണ്ട്. ഇത് 2 ഇൻസൈറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ, ഇത് ഇൻസൈറ്റിൻ്റെ ഇലുമിനേറ്ററും കൂടെ കേട്ടോ. ഇതിലേത് അപ്ലൈ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫൈനലി നമ്മൾ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ യൂസ് ആക്കാൻ വിചാരിച്ചിട്ടോ. ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ നമുക്ക് ഇടാം. അപ്പോൾ മൂക്കിൽ ചീക്സ് ആണെങ്കിൽ പോവുക, കാലിനോ അത് കുറച്ച്, പിന്നെ പിരികത്തിൻ്റെ ഇവിടെ കണ്ടോ, ഈ ഒരു ഇവിടെ. നല്ലോണം ബ്ലെൻഡ് ആക്കി കൊടുക്കാം കേട്ടോ കുറച്ച്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഫേസിലെ പരിപാടി. നമ്മൾ ഫേസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. റീക്കോഡിൻ്റെ ഒരു എന്താ പറയുക, ചുവപ്പ് ചാടിയത് റീക്കോഡിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ നമുക്ക് ഇതിനെ പറ്റി ഇയറിങ്സ് എടുക്കാം കേട്ടോ. ഈ ഡ്രസ്സിനെ പറ്റി ഞാനൊരു കൺഫ്യൂഷനാണ് ഗൈസ്. ഈ കമ്മലിലാണോ ഈ കമ്മലിലാണോ, ഇത് ഓവറായ പോലെ. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യാമല്ലേ, ഇതിടാം കേട്ടോ. ഞാൻ വേറൊരു കമ്മലായിരുന്നു ഉദ്ദേശിച്ചത്, അതിവിടെ അല്ലായിരുന്നു. അതിവിടെ കാണാനില്ല. ഓക്കെ, ഹെയർ ഒന്നും കൂടെ സെറ്റാക്കും. ഹെയർ എനിക്ക് ഒന്നും കൂടെ സെറ്റാക്കണം, എങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഹെയറും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഇതൊരു ലോങ് വീഡിയോയിൽ പോവും. ഇപ്പോഴേ ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അവസാനമായിട്ട് ഇത് കണ്ടു, ഇത് പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റാണ്. കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ് അതിന്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇങ്ങനെ പ്രോഗ്രാംസിൽ പോകുമ്പോൾ മാത്രമേ യൂസ് ആക്കാറുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.